പ്രകൃതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി വർഷം ഈ ഭൂമിയിൽ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വീടിൽ താമസിക്കുന്ന ഗുഹകളിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ അത് തന്നെയായിരുന്നു എല്ലാ കാലവും. അവർക്ക് ഓരോ ദിവസവും പ്ലസ് ചെയ്തിരുന്നില്ല. നമ്മൾ മനുഷ്യൻ ഇന്നലെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് നേടേണ്ടത്? നേടേണ്ടത് ഭൗതിക സമ്പത്താണോ? മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ എന്താ? ഭൗതികമായതാണോ അവൻ്റെ മാനസികമായതാണോ മനുഷ്യനെന്ന് പറയുന്നത്? മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവന് അകവും പുറവും ഉണ്ട് എന്നതുകൊണ്ടാണ്. താൻ നായയാണെന്നറിയുന്ന ഒരു നായയും ലോകത്തില്ല. ഉണ്ടോ? ഒരു മൃഗത്തിനും താൻ ആരാണെന്നറിയില്ല. നാം മനുഷ്യന് താൻ ആരാണെന്നറിയാം. തൻ്റെ പേരെന്താണ്, താൻ എവിടെയാണ് ഈ പ്രപഞ്ചത്തിൽ. നമുക്കൊരിടമുണ്ടല്ലോ, അതെവിടെയാണെന്നറിയാം. ആ ഇടം ഇപ്പൊ ഗൂഗിൾ കണ്ടെത്തി തരിക. ഇപ്പൊ എൻ്റെ വീട് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ ഗൂഗിൾ നോക്കേണ്ട അവസ്ഥ വന്നു അല്ലേ? ഞാനിപ്പോൾ രാവിലെ, ഞാൻ ഇന്നലെ രാത്രി എത്തിയിരുന്നു. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അസുറൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് നേരെ അവിടെ എത്തി. ഒരു പ്രയാസമില്ല, നേരെ അവിടെ എത്തുന്നു. അഷ്റഫ് കമന്റിൽ നിൽക്കുന്നു, ആരോടും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ അഷ്റഫൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് നല്ല കാര്യം തന്നെ, പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞു. പക്ഷെ ഈ നല്ല കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ആരും സൈഡ് ഗ്ലാസ് താഴ്ത്തുന്നില്ല, വഴിയിലിരിക്കുന്ന ഒരാളോട് മിണ്ടുന്നില്ല, ഒരു കടക്കാരനോട് ചോദിക്കുന്നില്ല, ആരോടുമുള്ള ജൈവികമായ സംവാദമില്ല. എല്ലാം ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതാണ് ദർശനം നൽകണേ മിശിഹായേ. ആ ദർശനം നൽകണേ എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരണമെന്നല്ല, മിശിഹയെ എന്നെ കാട്ടിത്തരണമെന്നല്ല, ദർശനം നൽകണേ. കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തരണേന്നാ. ജീവിതത്തെ പറ്റിയിട്ടുള്ളൊരു ദർശനം, ഫിലോസഫി തരണേ മിശിഹായെ എന്നാണ് ചോദ്യം. അതിന് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്നാ. ഇപ്പോ എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ അല്ലേ? ഈ സുഖത്തിൻ്റെ പുറകെ പോയിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ഫിലോസഫി നഷ്ടപ്പെട്ടു പോകുന്ന വിഡ്ഢികളാവുന്നു നമ്മൾ. സുഖമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി.